എത്തിയിട്ടുള്ളത്. ഈ സ്റ്റാളിന് ബുക്ക് ചെയ്ത് ഇവിടെ വന്ന് എക്സ്പോയ്ക്ക് പങ്കെടുക്കാനായി വന്നവരും ഇപ്പോൾ നമ്മുടെ പട്ടണത്തിൽ നമ്മുടെ 14 ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. എത്തിയിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഈ സ്വാഗത സംഘത്തിന്റെ പേരിലുള്ള സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. നമ്മുടെ എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തതിനു വേണ്ടി ബഹുമാന്യായ നമ്മുടെ ശ്രീമതി പ്രസന്ന ലക്ഷ്മി ആദരപൂർവ്വം ക്ഷണിച്ചു. ഇത്രയും സ്നേഹം നിറഞ്ഞ യൂണിയന്റെ ആക്ടിംഗ് സെക്രട്ടറി ശ്രീ മുരളീധരൻ, ഇത്രയും സ്നേഹം നിറഞ്ഞ പ്രസിഡന്റ് ശ്രീ KS ഇന്ദ്രശേഖരൻ നായർ, ഇവിടെ സ്വാഗതം ആശംസിച്ച എൻ്റെ സഹപ്രവർത്തകരും കോർപ്പറേഷൻ്റെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായിട്ടുള്ള ശ്രീ സജീവ് സോമൻ, ഈ സെമിനാറിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എക്സ്പോയിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നിട്ടുള്ള കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് എത്തിച്ചേർന്നിട്ടുള്ള വ്യാപാരികൾ, ലൈസൻസുകൾ, മാനുഫാക്ചേഴ്സ് തുടങ്ങിയ എല്ലാം സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, പത്രമാധ്യമ സുഹൃത്തുക്കളെ, ഒരു പ്രസംഗമൊന്നും ഞാൻ കരുതിയല്ല വന്നത്. എന്നോട് പറഞ്ഞത് സെമിനാറിൻ്റെ ഭാഗമായിട്ട് എക്സ്പോ സംഘടിപ്പിച്ചിട്ടുണ്ട്, അവിടെ വന്ന് റിബൺ കട്ട് ചെയ്യണമെന്നാണ് സജീവനോട് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് പ്രസംഗത്തിൻ്റെ ഒരു അവസരത്തിലേക്ക് കടന്നു പോകുന്നത്. തീർച്ചയായിട്ടും ഈ രംഗത്ത് ഇതിനെക്കുറിച്ച് അധികമായി സംസാരിക്കുന്നതിന് എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്ക് സെമിനാർ ആക്കുന്നുണ്ട്. പക്ഷെ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്ക് വളരെ അഭിമാനവും സന്തോഷവും തോന്നുന്നു. ഇവിടെ സ്വാഗതം ആശംസിച്ച സ്വാഗത പ്രാസംഗികൻ പറഞ്ഞതുപോലെ അഷ്ടമുടിയും അറബിക്കടലുമെല്ലാം വാരിപ്പുണരുന്ന അതിപുരാതന ചരിത്ര നഗരമായിട്ടുള്ള കൊല്ലം നഗരത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാ പ്രിയം നിറഞ്ഞ ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള സഹോദരി സഹോദരന്മാർക്കും ഞാൻ മേയർന്ന നിലയിൽ തന്നെ ആദ്യമായി ഹാർദവമായ സ്വാഗതം ആശംസിക്കുകയാണ്. ഈ ടെക്നോളജിയെ സംബന്ധിച്ചും മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം ഒരു പൊതുപ്രവർത്തക എന്ന നിലയ്ക്ക് ഞാൻ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് നമുക്കറിയാം. ഇപ്പം നമുക്ക് അളവിലും തൂക്കത്തിലും മറ്റും ഒരുപാട് ചൂഷണങ്ങൾക്ക് വിധേയരാകുന്നത് നാം ഓരോരുത്തരും. അപ്പോൾ അങ്ങനെയുള്ള അളവിലും തൂക്കത്തിലുമുള്ള ചൂഷണങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്നതിന് നിയമപരമായി ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു വിഭാഗമാണ് ലീഗൽ മെട്രോളജി. സംസ്ഥാനത്ത് അങ്ങനെ സ്ക്വാഡ് തന്നെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനം അളവും തൂക്കവുമാണ്. അളവും തൂക്കവുമാണ് നിങ്ങളെ സംബന്ധിച്ച് പ്രധാനം. കാരണം എന്താ, നമ്മൾ ഏതൊരു സാധനം വാങ്ങിച്ചാലും നമ്മൾ ആദ്യം ചെന്ന് വയ്ക്കുന്നത് അതിൻ്റെ വിലയാണ്. ഇപ്പം എല്ലാം പുതിയ സംവിധാനം. പണ്ട് നമുക്ക് സാധനങ്ങൾ തൂക്കി കടലാസിൽ പൊതിഞ്ഞ് ചണം വെച്ച് കെട്ടിക്കയറ്റി കിലോയ്ക്ക് ഇത്ര രൂപ പറഞ്ഞു. ഇപ്പം നമുക്ക് ആരും കണ്ട ചെറിയ പാക്കറ്റ് എടുക്കുന്നത്, പാക്കറ്റിൻ്റെ പുറത്ത് എത്ര കിലോ ഇല്ല. അപ്പോൾ അവിടെയാണ് വിഷയം. അപ്പോൾ അളവിലും തൂക്കത്തിലും വിലയിലുമെല്ലാം ഒരിക്കലും ഒരു ഗുണഭോക്താവ് വഞ്ചിക്കപ്പെടാൻ പാടില്ല. അത് കൃത്യമായി മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ ഇപ്പം ലീഗൽ മെട്രോളജിയുടെ പ്രവർത്തനം പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പം ഗവൺമെൻറ് നല്ല വിപുലമായി ഏർപ്പെട്ട ജില്ലകൾ തോറും എൻ്റെ കൺട്രോൾ റൂമും പരാതി കൊടുക്കാനുള്ള സംവിധാനമെല്ലാം ഉണ്ട്. അപ്പം ഇതിൻ്റെ പ്രധാന ഉദ്ദേശം അവിടെയാണ് ഇന്നത്തെ പ്രസക്തി. അളവിലും തൂക്കത്തിലും ആര് വേണം? ക്ലാസ് വേണം, അല്ലേ? എവിടെ ചുമ്മാ ആർക്കും നാഗരിക ഹാരപ്പൻ നാഗരിക എടുത്ത് പരിശോധന സിന്ധു നദി നമസ്കാരം മുതൽ തന്നെ അളവ് തൂക്കമുണ്ട്. നമ്മുടെ പഴമക്കാർ പറയും ആറ്റിൽ കളഞ്ഞാലും അല്ലേ അളന്ന് കളയണം. അപ്പൊ പണ്ട് പുരാതന കാലം മുതലെല്ലാം ഉണ്ടായിട്ടുള്ളതാണ്. അപ്പൊ ചുരുക്കത്തിൽ ഇത്തരത്തിലുള്ള ആ അളവിലും തൂക്കത്തിലുമുള്ള ചൂഷണം. ഇപ്പൊ പാക്കറ്റ് ഓൺലൈൻ സംവിധാനമാണ്, കടകളിൽ പോലും പോകണ്ട, അല്ലേ? പക്ഷെ അവിടെ നിങ്ങൾക്ക് പ്രസക്തിയുണ്ട്. എന്താണ്, ഇത് അളവില്ലാതെ ഒന്നും പാക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ കാര്യങ്ങളെല്ലാം വേണമെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇനി എത്ര ശാസ്ത്ര സാങ്കേതിക വിദ്യ വന്നാലും നിങ്ങളുടെ പ്രശ്നത്തിന് മാറ്റം വരുത്തില്ല. പക്ഷെ ഇലക്ട്രിക് ക്ലാസ് മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പോഴും അതുണ്ട്. ഇവിടെ വന്നിട്ടുള്ളത് അതിൻ്റെ മാനുഫാക്ചേഴ്സാണ്. അപ്പം ആ ഒരു ശാസ്ത്രീയമായിട്ടുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇതെല്ലാം ഭാവിയിൽ നമ്മൾ കൊണ്ടുപോകേണ്ടി വരും. അപ്പം പിന്നെ ഈ പാക്കറ്റുകളുടെ വില അത് ഇപ്പം നമുക്ക് മാറ്റിമറിക്കാൻ സാധിക്കും. അതാണ് ലീഗൽ മെട്രോളജിയുടെ ഉത്തരവാദിത്വ സംരക്ഷണം. ഇപ്പം നമുക്കറിയാം ഇതിന് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇപ്പം ക്യാൻസറിന് നമ്മുടെ ഡോസ്, കീമോയുടെ ഡോസ് ഉണ്ട്, അതിനും അളവുണ്ട്. ചുമ്മാ കയറ്റുന്നതൊന്നും പറ്റത്തില്ല.
അപ്പോൾ ഇത് നമ്മുടെ ജീവന്റെ കാര്യത്തിൽ സംരക്ഷണം കൊടുക്കുന്നുണ്ട്, മറ്റു ചൂഷണങ്ങൾക്ക് നമ്മളെ മാറ്റിയെടുക്കുന്നതെല്ലാം കഴിയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ലീഗൽ മെട്രോളജി പ്രവർത്തിക്കുന്നു. എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ 56 ഇന്ത്യൻ പാർലമെന്റിൽ തന്നെ അളവുകളും തൂക്കങ്ങളും സംബന്ധിച്ചുള്ള ആദ്യത്തെ ഒരു തീരുമാനമെടുക്കാൻ കഴിഞ്ഞു. 85 ഒക്ടോബർ 1 ലീഗൽ മെട്രോളജി. അപ്പോഴാണ് ക്ലാസും അളവും എല്ലാം കൃത്യതയോട് വരാൻ സാധിക്കുന്നത്. പണ്ട് നമുക്കറിയാം, പണ്ടുള്ളവർക്കറിയാം ഈ നാഴിയും മറ്റു കാര്യങ്ങളൊക്കെ ആയിരുന്നു, പറ ഇതൊക്കെ. ഇപ്പം അതൊന്നും വേണ്ട. അപ്പോൾ അത്തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതിൽ പണിയെടുക്കുന്ന ആ തൊഴിലാളികളുണ്ട്, വ്യാപാരികളുണ്ട്, മാനുഫാക്ചേഴ്സ് ഉണ്ട്. ഞാൻ പ്രസിഡന്റിനോട് ചോദിച്ചു, ഇപ്പം ഈ കേരളത്തെ സംബന്ധിച്ച് ഈ മേഖലയെല്ലാം സ്വകാര്യവൽക്കരണത്തിലേക്കാണ് കേന്ദ്ര ഗവൺമെന്റ് പോകുമ്പോൾ അതിലെല്ലാം ബദ്ധരായിക്കൊണ്ട് തൊഴിലാളികളെ സംരക്ഷിച്ചുകൊണ്ട് തൊഴിൽ നിയമങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലുണ്ട്. പക്ഷെ ഒരുപാട് തൊഴിലാളി പ്രശ്നങ്ങളും നിയമങ്ങളും കടുത്ത തൊഴിലാളി വിരുദ്ധ നിയമങ്ങൾ നടപ്പിലാക്കുമ്പോൾ അവിടെയാണ് ഈ സംഘടനകൾക്ക് പ്രസക്തിയുള്ളത്, യൂണിയനുകൾക്ക് പ്രസക്തിയുള്ളത്. അങ്ങനെ നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നത്, മറ്റുള്ളവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിന് നാം ബാധ്യതരായതുപോലെ നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും നമ്മൾ ഇതിലുള്ള കൂട്ടായ്മ സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടെ എൻ്റെ സഹപ്രവർത്തകൻ സജീവ് പറഞ്ഞു, ആദ്യമായിട്ടാണ് ഇങ്ങനെ എക്സ്പോ തന്നെ സംഘടിപ്പിക്കാൻ അതിന് മുന്നോട്ട് വന്നിട്ടുള്ള ആ എക്സ്പോ കേരള ലീഗൽ മെട്രോളജി ലൈസൻസ് ആൻഡ് എംപ്ലോയീസ് യൂണിയന്റെ ഭാരവാഹികളെ ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇത് അവയർനെസ് ജനങ്ങളിലെത്തിക്കുന്നത്. ഇപ്പം തന്നെ ഞാൻ തന്നെ ഇവിടുന്ന് വിളിച്ചുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ലീഗൽ മെട്രോളജിയെ കുറിച്ചൊരു ആവശ്യകത മനസ്സിലാക്കുന്നത്. എൻ്റെ അളവിനെ സംബന്ധിച്ചും വിലയെ സംബന്ധിച്ചും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ചൂഷണങ്ങളിൽ നിന്ന് ഉപഭോക്താവിനെ സംരക്ഷിക്കുന്നതിന് ആ കാര്യത്തിൽ ഇപ്പം നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിയമങ്ങളുണ്ട്, ആരും കുറ്റം പറയുന്നില്ല. പക്ഷെ ലീഗൽ മെട്രോളജി വരുമ്പോൾ കുറ്റം പറയാൻ പാടില്ല, അത് നമ്മുടെ അവകാശമാണ്. ഇപ്പം ഇവിടെ സൂചിപ്പിച്ച പോലെ നിങ്ങൾക്ക് ക്ഷേമനിധിയോ കാര്യങ്ങളോ ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയും. തീർച്ചയായിട്ടും ബാക്കി എല്ലാത്തിനും ഇപ്പം ക്ഷേമനിധിയുണ്ട്. അപ്പം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് ക്ഷേമനിധിയും അതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളും ആനുകൂല്യങ്ങളും കിട്ടുവാൻ നിങ്ങൾ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പൊതുപ്രവർത്തക എന്ന നിലയിൽ തീർച്ചയായിട്ടും ഞങ്ങളെപ്പോലുള്ളവരെല്ലാം നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ എക്സ്പോയ്ക്കും സെമിനാറിനും എല്ലാം പങ്കെടുക്കാൻ വന്ന ഏറ്റവും സ്നേഹം നിറഞ്ഞ വിവിധ മേഖലയിൽ നിന്നുള്ള ഇതിൻ്റെ വ്യാപാരികളുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ലൈസൻസികളുണ്ട്, മാനുഫാക്ചേഴ്സ് ഉണ്ട്. എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ വലിയ സെമിനാറിലേക്ക് എന്നെ ക്ഷണിച്ച എൻ്റെ ഭാരവാഹികളെ നന്ദി അറിയിച്ചുകൊണ്ട് ഈ എക്സ്പോ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എൻ്റെ വലിയ വാക്ക് നിർത്തുന്നു. നന്ദി, നമസ്കാരം. യോഗ നടപടികൾ അവസാനിച്ചു. നീ ഉദ്ഘാടന ചടങ്ങാണ്. ഞാനും ഒരു നോട്ടം പറയാം. മാറില്ല, ഞാൻ കയറി വിട്ടു. ഉണ്ട് മാറും. ഇല്ല, അതല്ലേ എന്ത് ചെയ്യാനാ കയറി വരാനോട്ട് സമ്മതിക്കുന്നു. അതാ ഇത് ചെയ്യാൻ പറ്റും.
രക്ഷയില്ല ഒരു മനുഷ്യർ. ഒരാൾ എൻ്റെ കൂടെ എന്നെ കയറ്റി വിടണ്ടായിരുന്നു. സൈഡിലോട്ട് നിങ്ങൾ നിൽക്കുമെന്ന് ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾക്കാരൊന്ന് സൈഡിലോട്ട് നിൽക്കും. അറിയില്ല പെട്ടെന്ന് ഒന്നുകൂടെ ചോദിക്കാം. എവിടെ എന്ത് അതിവിടെ ഉണ്ട് മോനെ ഇല്ലെന്നല്ല ഞാൻ എനിക്ക് കയറാൻ പറ്റില്ല ഉണ്ടല്ലോ അതിന് കല്ലുണ്ടല്ലോ അത് മതി മറ്റേത് ഞാൻ ആ സ്റ്റില്ല് ഇതൊന്നും എടുക്കും.
എനിക്കറിയാതെ അത് ഞാൻ അവിടെ നിന്ന് പറയുന്നു മേലോട്ട് കയറുമ്പോൾ നമ്മൾ വീഡിയോ അങ്ങനെ ആയാലും ശരിയാവും. ഞാൻ വണ്ണം പറയും വണ്ണം കയറി അല്ല കേരളാവധി ജീവനെ കാണാറുണ്ടോ നമ്മളെ മതച്ചെറുക്കൻ ചേച്ചി കയറി നേരിട്ട് മാറി ഓക്കെ അതൊക്കെ പോയി ഗ്രഹിച്ചു പോയി നിങ്ങൾ കയറി കഴിഞ്ഞാൽ അറിയാൻ പറയും നേതാക്കന്മാരും വരുന്നില്ല എല്ലാത്തിനും നേതാക്കന്മാർ മാത്രം കുടിക്കാൻ മതിയോ അത് ബാങ്കിലോട്ട് എന്നാലും എടുത്തുള്ളൂ നേരെ ഇവിടെ വാങ്ങി നിങ്ങളുടെ സ്വദേശം ബാലുശ്ശേരി കോഴിക്കോട് ബാലുശ്ശേരി ബാക്കിലാള്
നേരെ ഒന്ന് ഗ്യാപ്പ് ഇട്ട് തന്നാലേ. ഇത് ചെയ്യാൻ ഓക്കെ. ഇതിനാളെന്ത് തലേന്ന് പോക്ക് കിടക്കും. നിങ്ങൾ താഴെ അതിങ്ങനെ പറ്റും. അവിടെ തോക്കുകളിലും കഴിഞ്ഞാൽ ഉടനെ ഇറങ്ങിയ അങ്ങനത്തെ സ്റ്റേഷൻസ് ആ
പോകുന്ന അവസ്ഥയാണ്. കൈയ്യെടുത്ത് എന്തോ കാര്യത്തിന് എന്ത് ചെയ്യാൻ പറ്റും? വേണമെന്നൊക്കെ പോയില്ലേ ആറ് റിട്ടയറായി റിട്ടയറായി മാറിയത് ബിജു ഉണ്ട് അല്ലേ? എവിടെ? ഓ ശരി. ആണോ? കട്ട് ചെയ്യുന്നതാണോ? എന്നെ കയറ്റി വിട്ടില്ല. അല്ല അത് വേണ്ട പ്രശ്നം അതെനിക്ക് തരുമോ? പിന്നെന്താ കിട്ടാറുണ്ട്. ഞാൻ എനിക്കിത് തന്നാൽ മതി. അപ്പോൾ ലക്ഷ്യമിൻ്റെ പോണം.
Yeah.